ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 4 ബൈബിൾ ക്വിസ്. ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് എന്തു ചെയ്യാനാണ് കൽപ്പിച്ചത്? ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടുക. യഹോവ യോശുവയോട് എപ്പോഴാണ് കൽപ്പിച്ചത്? ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് എന്തു ചെയ്യാൻ കൽപ്പിപ്പീൻ എന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്. യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവരേണം. യോശുവ കൂട്ടിയ 12 പേരും 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് എന്തു ചെയ്യണമെന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? ആ രാത്രി തങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെക്കണം. ഇസ്രയേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും യോശുവ എത്ര പേരെ വിളിച്ചു? ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ. യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ച് എവിടെ ചെല്ലാനാണ് പറഞ്ഞത്? യോർദാന്റെ നടുവിൽ അവരുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ. യോശുവ നിയമിച്ച 12 പേരോട് യോർദാന്റെ നടുവിൽ അവരുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് എന്തു ചെയ്യാൻ പറഞ്ഞു? ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവരിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇസ്രായേൽ മക്കൾ എടുത്ത കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എന്തായിരിക്കണം? ഇത് അവരുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് ഇസ്രായേല്യരുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ കല്ലുകളെക്കുറിച്ച് എന്തു പറയണമായിരുന്നു? യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. ഇസ്രായേല്യരുടെ മക്കൾ വരുംകാലത്ത് അവരോട് എന്തു ചോദിക്കും? ഈ കല്ല് എന്ത് എന്ന്. യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും എന്തായിരിക്കണം? ജ്ഞാപകമായിരിക്കണം. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് ആരാണ് 12 കല്ലുകൾ നാട്ടിയത്? യോശുവ. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്തും യോശുവ നാട്ടിയ 12 കല്ലുകൾ എത്ര കാലം അവിടെ നിലനിന്നിരുന്നു? അവ ഇന്നുവരെ അവിടെ ഉണ്ട്. യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാൻ നദിയിൽ എവിടെ നിന്നു? യോർദാന്റെ നടുവിൽ നിന്നു. യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നതെപ്പോൾ? ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ.
യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും കാണെ മറുകര കടന്നു. ജനം കാണെ. ഇസ്രയേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നവർ ആരല്ല? രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും. കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രയേൽ മക്കൾക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി കടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ. യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ നിന്ന് എത്ര പേർ യുദ്ധസന്നദ്ധരായി യെരിഹോ സമഭൂമിയിൽ കടന്നു? ഏകദേശം 40,000 പേർ. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് എവിടെ കടന്നു? യെരിഹോ സമഭൂമിയിൽ. അന്ന് എല്ലാ ഇസ്രായേലിന്റെയും മുൻപാകെ യഹോവ യോശുവയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുൻപാകെ വലിയവനാക്കി. ഇസ്രായേൽ മക്കൾ യോശുവയെ അവന്റെ ആയുഷ്കാലമൊക്കെയും എങ്ങനെ ബഹുമാനിച്ചു? ഇസ്രായേൽ മക്കൾ മോശയെ ബഹുമാനിച്ചതുപോലെ യോശുവയെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് എന്തു ചെയ്യുവാൻ കൽപ്പിക്ക എന്നാണ് യഹോവ യോശുവയോട് അരുളി ചെയ്തത്. യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. യോശുവ ആരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു? യോശുവ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ എവിടെ നിന്നാണ് കയറിയത്? യോർദാന്റെ നടുവിൽ നിന്ന്. എപ്പോഴാണ് യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്ന് മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞ് ഒഴുകിയത്? പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കിവെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്ന് യോർദാൻ നദിയുടെ തീരങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞൊഴുകി. ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങിയത് എപ്പോഴാണ്? 1-ാം മാസം 10-ാം തീയതി. യോർദാനിൽ നിന്ന് ഇസ്രായേൽ മക്കൾ എത്ര കല്ലുകൾ എടുത്തു? 12 കല്ല്. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ എവിടെയാണ് നാട്ടിയത്? ഗിൽഗാലിൽ. വരുംകാലത്ത് അവരുടെ മക്കൾ പിതാക്കന്മാരോട് എന്ത് ചോദ്യം ചോദിക്കുമെന്ന് ഇസ്രായേൽ മക്കളോട് യോശുവ പറഞ്ഞു.
ഈ കല്ല് എന്ത് എന്ന്. ഈ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രയേൽ അവരുടെ മക്കളോട് എന്താണ് പറയേണ്ടത്? ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാൻ ഇക്കരെ കടന്നു എന്ന്. ഭൂമിയിലെ എല്ലാ ജനങ്ങളും എന്തറിയേണ്ടതിന് യഹോവ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് അവരുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന്. ഇസ്രയേൽ മക്കളുടെ മുമ്പാകെ ദൈവമായ യഹോവ ഏത് കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ചെങ്കടൽ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.